Welcome back to this video of Zone Plate Part 2. Zone Plateൻ്റെ ആദ്യത്തെ വീഡിയോയിൽ, അതായത് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സോൺ പ്ലേറ്റ് എന്താണെന്നും സോൺ പ്ലേറ്റിൻ്റെ നമ്മൾ സാധാരണ കോൺവെക്സ് ലെൻസുമായിട്ട് കമ്പയർ ചെയ്തിരുന്നു. ഇതിൽ പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, മൾട്ടിപ്പിൾ ഫോക്കസ് ഉണ്ട് സോൺ പ്ലേറ്റിന് എന്നുള്ളത്. മൾട്ടിപ്പിൾ ഫോസൈ ഓഫ് ദി സോൺ പ്ലേറ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് മൾട്ടിപ്പിൾ ഫോസൈ വരുന്നത് നോക്കാം. അതിന് ആദ്യമായിട്ട് നമ്മളൊരു പ്ലെയിൻ വേവ് ഫ്രണ്ട് consider a plane wavefront that is incident normally on the zone plate. Then the point source is at infinity ആണെന്നും കൺസിഡർ ചെയ്യുക. സപ്പോസ് രണ്ട് കാര്യം, ഒന്ന് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ഒരു സോൺ പ്ലേറ്റിൽ നോർമലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്നു, അതേപോലെ പോയിന്റ് സോഴ്സ് ഇൻഫിനിറ്റിയിലാണ്, അതായത് എസ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ഒരു ഇമേജിൽ എയും ബിയും എന്താണ് പറഞ്ഞിരുന്നത്, ആ ഡിസ്റ്റൻസ് ഫ്രം ദ സോൺ പ്ലേറ്റിൻ്റെ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് അത് ഇൻഫിനിറ്റിയിലേക്കാണ് നിന്നാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ സോൺ പ്ലേറ്റ് ഫോക്കസസ് ദ വേവ് ഫ്രണ്ട് അറ്റ് എനി പോയിന്റ്. ഒരു സപ്പോസ് എ പോയിന്റ് പി എന്നെടുക്കുക. അതിൻ്റെ ഡിസ്റ്റൻസ് ഈസ് ഗിവൺ ബൈ 1/b മൈനസ് 1/a ഇക്വൽ ടു n ലാംഡ rn സ്ക്വയർ ഇസ് ഇക്വൽ ടു 1/f. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് എ ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 1/b is equal to n lambda by rn square, or f is equal to നമുക്ക് എഴുതാം ബിക്ക് ഈക്വൽ ആണെന്ന് എഴുതാം, അല്ലെങ്കിൽ ഇതിൻ്റെ റെസിപ്രോക്കൽ rn square by n lambda എന്ന് എഴുതാം. ദിസ് ഈസ് കാൾഡ് ദ പ്രിൻസിപ്പൽ ഫോക്കൽ ലെങ്ത് ഓഫ് ദി സോൺ പ്ലേറ്റ്. ഇനി നമ്മൾ വേറൊരു കാര്യം, നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചൊരു കാര്യം, ഈ എല്ലാ സോണും ദ ഏരിയ ഓഫ് ഈച്ച് സോൺ ഈസ് πb ലാംഡ. ദ ഏരിയ ഓഫ് ദി ഈച്ച് സോൺ ഈസ് πb ലാംഡ. The area of each zone is 5b lambda. ഇനി നമ്മൾ വേറൊരു പോയിന്റ് കൺസിഡർ ചെയ്യണം. Now we are considering another point, say P3 on the axis. നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത പോയിന്റ് P എന്നുള്ള ഒരു പോയിന്റ്, ഇറ്റ്സ് ഹാവിങ് ദ പ്രിൻസിപ്പൽ ഫോക്കൽ ലെങ്ത് ഓഫ് ദി സോൺ പ്ലേറ്റ്. ഇനി P3 എന്ന് പറഞ്ഞ വേറെ പോയിന്റ് എടുക്കുന്നു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് b/3 ഫ്രം ദി സോൺ പ്ലേറ്റ്. b/3 ഡിസ്റ്റൻസിൽ നിന്ന് സോൺ പ്ലേറ്റ് എന്നുള്ള ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് P3 സെലക്ട് ചെയ്യാം. എന്നിട്ട് ഏരിയ ഓഫ് ഈച്ച് ഹാഫ് പീരിയഡ് സോൺ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ദിസ് ന്യൂ പോയിന്റ് P3 വിൽ ബി 1/3 ഓഫ് πb ലാംഡ. സാധാരണ ഏതൊരു സോണിൻ്റെയും ഏരിയ πb ലാംഡ ആണ്. എന്നാൽ നമ്മൾ എടുക്കുന്ന ഈ പുതിയ പോയിന്റ് P3നെ വെച്ചിട്ട് നമ്മൾ ഏരിയ ഓഫ് ഈച്ച് ഹാഫ് പീരിയഡ് സോൺ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് 1/3 πb ലാംഡ, അതിൻ്റെ 1/3 ഉണ്ടാവുള്ളൂ. അതായത് 1/3 ഡിസ്റ്റൻസിൽ നിന്നാണ് നമ്മളത് ഈ പോയിന്റ് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏരിയയും 1/3 1/3 πb ലാംഡ ആയിരിക്കും. ഇനി ഇങ്ങനെയുള്ള ഈച്ച് സോൺ പ്ലേറ്റ്, ഇങ്ങനെയുള്ള ഓരോ സോൺ പ്ലേറ്റും അപ്പോൾ 3 ഹാഫ് പീരിയഡ് സോൺസ് ആയിരിക്കും. 3 ഹാഫ് പീരിയഡ് സോൺ, ഓൾ ദ സോൺ പ്ലേറ്റ് വിൽ കണ്ടെയ്ൻ 3 ഹാഫ് പീരിയഡ് സോൺസ്. ഹെൻസ് ദ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് കാണുമ്പോൾ R is equal to റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് അറ്റ് ദ പോയിന്റ് P3 ട്ടോ. ഇത് P3 എന്ന് പറഞ്ഞ പോയിന്റിലെ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് ആണ്. അത് R is equal to R1 ഡാഷ് മൈനസ് R2 ഡാഷ് പ്ലസ് R3 ഡാഷ് പ്ലസ് R7 ഡാഷ് മൈനസ് R8 ഡാഷ് പ്ലസ് R9 ഡാഷ് എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ R1 ഡാഷും R2 ഡാഷും എന്നൊക്കെ പറയുന്നത് സാധാരണ ആംപ്ലിറ്റ്യൂഡ് R1ൻ്റെ 1/3 R1/3ക്ക് നിയർലി ഈക്വൽ ആയിരിക്കും. R1 ഡാഷ് എന്ന് പറഞ്ഞാൽ പുതിയൊരു റിസൾട്ടൻ്റ് നമ്മളൊരു ആംപ്ലിറ്റ്യൂഡിന് R1 ഡാഷ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ കാരണം അതിൻ്റെ ഇറ്റ് വിൽ ബി നിയർലി ഈക്വൽ ടു R1/3, അല്ലെങ്കിൽ ഇതോ R2/3, അങ്ങനെ റെസ്പെക്റ്റീവ്ലി ഇതെല്ലാം അങ്ങനെ ആയിരിക്കും. 1/3 ഓഫ് ആക്ച്വൽ ആംപ്ലിറ്റ്യൂഡിൻ്റെ 1/3 നമ്മളതിനെ നിയർലി കൺസിഡർ ചെയ്യുന്നു. ഇനി എന്തുകൊണ്ട് R4ഉം R5 ഡാഷും R6 ഡാഷും ഒന്നും ഇല്ലാത്തത്? ബിക്കോസ് ദേ ആർ കട്ട് ഓഫ് ഡ്യൂ ടു ഒപ്പാക് സോൺസ്. അവിടെ ഒപ്പാക് സോൺ കാരണം അതെല്ലാം ഇരട്ടകൾ, അതായത് ഈവൻ നമ്പേർഡ് ആംപ്ലിറ്റ്യൂഡ്സ് R4 ഡാഷും R5 ഡാഷും R6 ഡാഷ് ആർ കട്ട് ഓഫ് ഡ്യൂ ടു ഒപ്പാക് സോൺസ്. നൗ വി ക്യാൻ റൈറ്റ് R is equal to ഇതിൻ്റെ എല്ലാം സമ്മ് എന്ന് ഒരു 1/2 ചെയ്താൽ, ഹാഫ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കും റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ്. സോ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് R is equal to 1/2 ഇൻറ്റു R1 ഡാഷ് പ്ലസ് R3 ഡാഷ് പ്ലസ് R7 ഡാഷ് പ്ലസ് R9 ഡാഷ്. ചുരുക്കി പറഞ്ഞാൽ ഈവൻ നമ്പർ സോൺസ് എല്ലാം കട്ട് ഓഫ് ആവുന്നു ഡ്യൂ ടു ഒപ്പാക് സോൺസ്. പോരാത്തത് R5 R6 R4 ഇതെല്ലാം ഒപ്പാക് സോൺസ് കൊണ്ട് കട്ടായി പോകുന്നു. ഇനി
നമ്മൾ ഇതിൻ്റെ ഇതുകൊണ്ട് ഈ ഒരു പോയിന്റ് P3 എന്ന് പറഞ്ഞൊരു പോയിന്റിൽ ഇറ്റ് വിൽ ഹാവ് സഫീഷ്യൻ്റ്ലി ബ്രൈറ്റ് പോയിന്റ് ആയിരിക്കും. ഈ P3 എന്ന പോയിന്റ് ഇറ്റ് വിൽ ബി സഫീഷ്യൻ്റ്ലി ബ്രൈറ്റ് പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു അതർ പോയിന്റ്സ്. സോ ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ സെക്കൻഡ് ഫോക്കസ് ഓഫ് ദി സോൺ പ്ലേറ്റ്. സോ ദിസ് പോയിന്റ് നമ്മൾ ആദ്യത്തെ പ്രിൻസിപ്പൽ ഫോക്കസ് P എടുത്തു, അതിനുശേഷം ഇതിൽ നിന്ന് ഇവിടുന്ന് another point we are considering which is at a distance on the axis of the zone plate which is at a distance P/3 from the zone plate. അതാണ് P3. ഈ P3 എന്ന് പറഞ്ഞ പോയിന്റ് ഒരു ബ്രൈറ്റ് പോയിന്റ് ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു അതർ പോയിന്റ്സ് ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റ് ആസ് ദി സെക്കൻഡ് ഫോക്കസ് ഓഫ് ദി സോൺ പ്ലേറ്റ്. അതിൻ്റെ ഫോക്കൽ ലെങ്ത് ഓഫ് ദി സെക്കൻഡ് ഫോക്കസ് ഈസ് ഗിവൺ ബൈ F3 ഈസ് ഈക്വൽ ടു Rn² / 3n λ. പ്രിൻസിപ്പളിൻ്റെ എത്രയായിരുന്നു? പ്രിൻസിപ്പൽ ഫോക്കസിൻ്റെത് F is equal to Rn² / n λ ആണെങ്കിൽ ഇത് Rn² / 3n λ. സോ ഈ 3 എന്ന് പറഞ്ഞ നമ്പർ ഇവിടെ വരുന്നു. സോ ഇപ്പോൾ കണ്ട സെക്കൻഡ് ഫോക്കസ് അല്ലെങ്കിൽ F3 is equal to Rn² / 3n λ എന്ന് പറയുന്നത് നമ്മളെടുത്ത ഡിസ്റ്റൻസ് B/3 ആയിരുന്നു. ഫ്രം ദ B/3 ഫ്രം ദ സോൺ പ്ലേറ്റ് ആയിരുന്നു നമ്മൾ മെഷർ ചെയ്തിരുന്നത്. ഇനി അതേപോലെ B/5-നും B/7-നും എല്ലാം നമുക്ക് സിമിലർ ആയിട്ടുള്ള ഇൻറ്റൻസിറ്റി കൂടുതലായിട്ടുള്ള ഒരു ലാർജ് സഫിഷ്യൻ്റ്ലി ലാർജ് ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള ഒരു പോയിന്റുകൾ നമുക്ക് കിട്ടും അറ്റ് ഡിസ്റ്റൻസസ് B/5 ആൻഡ് B/7 എക്സെട്ര. അതുകൊണ്ട് തന്നെ തേർഡും ഫോർത്തും ഫോക്കൽ ലെങ്ത് നമുക്ക് ഇങ്ങനെ എഴുതാം. F5 is equal to Rn² / 5n λ. ഇനി ഫോർത്ത് ആണെങ്കിൽ F7 is equal to Rn² / 7n λ എന്നുള്ള മൾട്ടിപ്പിൾ ഫോക്കസുകൾ നമുക്ക് ഇവിടെ സോൺ പ്ലേറ്റിന് കിട്ടുന്നുണ്ട്. സോ വി ഹാവ് സീൻ ദാറ്റ് സോൺ പ്ലേറ്റ് ഹാസ് മൾട്ടിപ്പിൾ ഫോസൈ. But the intensity at the principal focus is maximum and goes on decreasing for the successive foci. ഈ 3-ഉം 5-ഉം 7 എല്ലാം വരുന്ന ഡിനോമിനേറ്ററിലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി പ്രിൻസിപ്പൽ ഫോക്കസ് കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിൻ്റെയും മാക്സിമം അത് മാക്സിമമാണ്. പ്രിൻസിപ്പൽ ഫോക്കസിൻ്റെ ഇൻറ്റൻസിറ്റി മാക്സിമവും അതിനുശേഷം വരുന്ന എല്ലാം സക്സസീവ് ഫോസൈകൾ ഇൻറ്റൻസിറ്റി ഡിക്രീസിങ് ആയിട്ട് നമുക്ക് കാണാം എന്നുള്ളതാണ് ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്. ഇനി നെക്സ്റ്റ് ഇതിൽ സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് എന്നുള്ള പോർഷൻ ഉണ്ട്. സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്. സോ ഇൻ ദിസ് കേസ് വി ആർ കൺസിഡറിങ് എ സോഴ്സ് ഓഫ് ഇഫ് ദ സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് എ നാരോ സ്ലിറ്റ് ദെൻ ദ വേവ് ഫ്രണ്ട് ഈസ് സിലിണ്ടറിക്കൽ whose axis is the slit itself as seen in this figure. You can see if the source ഇവിടെ നാരോ സ്ലിറ്റ് ആണ്, അതിലൂടെ വരുന്ന വേവ് ഫ്രണ്ട് സിലിണ്ടറിക്കൽ ആയിരിക്കും. അതിൻ്റെ ആക്സിസ് ഓഫ് സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഈ വേവ് ഫ്രണ്ടിൻ്റെ ആക്സിസ് സ്ലിറ്റ് തന്നെ ആയിരിക്കും. ഇത് തന്നെയാണ് ഈ സ്ലിറ്റ് തന്നെയാണ്. ഈ സ്ലിറ്റ് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പൽ ഈ ഇതിൻ്റെ ഒരു ആക്സിസ് ആയിട്ട് വരും. ഇനി ഇതിൽ ഈ ചിത്രം ഒന്ന് നോക്കുക. ഇനി അടുത്ത ഇത് വെച്ചിട്ട് നമ്മൾ ഇതിനെ ഒരുപാട് ഹാഫ് പീരിയഡ് സ്ട്രിപ്സ് ആക്കി വെക്കും. ഈ ഒരു W1 W2 എന്ന് പറയുന്ന ഈ ഒരു സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ടിനെ നമ്മൾ ഇതിനെ ഒരുപാട് ഹാഫ് പീരിയഡ് സ്ട്രിപ്സ് ആയിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ്. അതിന് നമ്മളൊരു സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് കൺസിഡർ ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം എ സോഴ്സ് എസ്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ സോഴ്സ് എസ് ആണ്. ഈ സോഴ്സ് എന്ന് വരുന്ന ഒരു സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആണ് നമ്മൾ കാണുന്നത്. പി എന്ന് പറഞ്ഞ പോയിന്റിലാണ് സ്ക്രീനിൽ XY എന്ന് പറയുന്ന ഈ സ്ക്രീനിൽ പി എന്നുള്ള പോയിന്റിൽ ആണ് നമുക്ക് ഈ പോയിന്റ് പിയിൽ നമ്മൾ ഇൻറ്റൻസിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കണം. We have to find this intensity at this point P, which is on the screen XY. We have to find out the intensity at this point P. So for that we have to drop a perpendicular from P on the wavefront intersecting at point O. We have to draw a perpendicular from this point P on the wavefront that is intersecting at the point O. And this point O is called the pole of the wavefront with respect to P. ഇനി നമ്മളൊരു AB എന്നുള്ള ഒരു ലൈൻ വരയ്ക്കണം. ഈ AB എന്നുള്ള ലൈൻ, this AB is drawn through the O which is parallel to the slit. ഈ സ്ലിറ്റിന് പാരലൽ ആയിട്ട് തന്നെ AB എന്ന് പറഞ്ഞൊരു ഈ സ്ലിറ്റിന് ഇതേ പാരലൽ ആയിട്ട് അതിൻ്റെ ആക്സിസും ഇങ്ങനെ തന്നെയാണ്. ഇതിന് പാരലൽ ആയിട്ട് AB എന്ന് പറഞ്ഞൊരു ലൈൻ നമ്മൾ വരയ്ക്കുന്നു. P നിന്നൊരു പെർപെൻഡിക്കുലർ ഓയിലേക്ക് വരയ്ക്കുന്നു. ഓനെ വിളിക്കുന്ന പേര് പോൾ ഓഫ് ദി വേവ് ഫ്രണ്ട് വിത്ത് റെസ്പെക്ട് ടു P. ഈ ഓയിലൂടെ ഒരു
എ ബി നമ്മൾ വരയ്ക്കുന്നു. ഈ എ ബി പാരലൽ ടു ദി സ്ലിറ്റ് ആണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇൻറ്റൻസിറ്റി അറ്റ് പി ആണ്. വിത്ത് പി ആസ് സെൻറ്റർ ആൻഡ് റേഡിയ ഈക്വൽ ടു നോക്കുക, ഇത് ആ നമ്മുടെ സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ടിനെ ഒന്ന് നിവർത്തി വെച്ച് പോലെ ഈ WW2 എന്ന് പറഞ്ഞ ഈ വേവ് ഫ്രണ്ടിനെ W1 W2 എന്നുള്ള വേവ് ഫ്രണ്ടിനെ നമ്മളിങ്ങനെ തുറന്നു വെച്ചാൽ അത് നമ്മൾക്ക് ഇങ്ങനെ കാണാം. അതിൽ എ ബി എന്ന് പറഞ്ഞത് ഓയും നമ്മൾ കഴിഞ്ഞ പിക്ചറിൽ കണ്ടതാണ്. ഓയും കണ്ടിട്ടുണ്ട്, എ ബി എന്നുള്ള ലൈനും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് എസ് എന്ന് പറഞ്ഞ പോയിന്റ് സോഴ്സ് നിന്ന് വരുന്നു. അതിൽ പി എന്ന് പറഞ്ഞ പോയിന്റ് XY എന്നുള്ള സ്ക്രീനിലുള്ള ഒരു പോയിന്റാണ്. പോയിന്റ് ഒ എന്ന് വിളിക്കുന്ന പേര് പോൾ ഓഫ് ദി വേവ് ഫ്രണ്ട് ആണ്. വിത്ത് റെസ്പെക്ട് ടു പി നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ പി എന്ന് പറഞ്ഞ പോയിന്റിലെ ഇൻറ്റൻസിറ്റി ആണ്. അതിന് പീനെ സെൻറ്റർ ആയിട്ടും റേഡിയൈ ഈക്വൽ ടു OP പ്ലസ് λ/2, OP പ്ലസ് 2 λ/2, OP പ്ലസ് 3 λ/2 എക്സെട്ര ആയിട്ടുള്ള കുറേ പോയിന്റുകൾ നമ്മൾ മാർക്ക് ചെയ്യണം. സോ വി ഹാവ് ടു മാർക്ക് ദീസ് പോയിന്റ്സ് ആസ് M1, M1 ഡാഷ്, M2, M2 ഡാഷ്, M3, M3 ഡാഷ് എന്നുള്ള പോയിന്റുകളായിട്ട് നമ്മൾ ഈ സെൻറ്ററിൽ പി ഉള്ളതും അതിൻ്റെ റേഡിയ ഈക്വൽ ടു OP പ്ലസ് λ/2, OP പ്ലസ് 2 λ/2, OP പ്ലസ് 3 λ/2 എന്നുള്ള വരുന്ന റേഡിയസ് ഉള്ള ഈ പോയിന്റുകളെ നമ്മൾ M1, M1 ഡാഷ്, M2, M2 ഡാഷ് എന്നിങ്ങനെ മാർക്ക് ചെയ്താൽ we have to draw these M1, M2, M3 അതേപോലെ M1 ഡാഷ്, M2 ഡാഷ്, M3 ഡാഷ് എന്നുള്ള പോയിന്റുകളായി മാർക്ക് ചെയ്തതിനു ശേഷം ഇതിലൂടെ നമ്മൾ ലൈൻസ് വരയ്ക്കണം through these points which are parallel to this AB. This wavefront so we have divided into strips. These strips are called half period strips. So this is the way how to make a cylindrical wavefront divided into many half period strips. അടുത്തൊരു പോയിന്റിൽ നമുക്ക് ഏരിയ ഓഫ് ഹാഫ് പീരിയഡ് സ്ട്രിപ്സ് എന്താണെന്ന് കാണാം. ഏരിയ ഓഫ് ഹാഫ് പീരിയഡ്സ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ്. πb ലാംഡയാണ് ഇതിലെ ഓരോ ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്. πb ലാംഡ ഈസ് ദ ഏരിയ ഓഫ് ഈച്ച് സോൺ ഈസ് πb ലാംഡ. നൗ വി ആർ ഫൈൻഡിങ് ഔട്ട് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ ഹാഫ് പീരിയഡ് സ്ട്രിപ്പ് ഓർ വാട്ട് ആർ ദ ഏരിയ എങ്ങനെ മാറുന്നുണ്ട്, ഹാഫ് പീരിയഡ് സ്ട്രിപ്സിൻ്റെ ഏരിയ എങ്ങനെ മാറുന്നു നോക്കാം. അതിന് ആദ്യമായിട്ട് നമ്മൾ ഈ ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ നിന്ന് നമുക്ക് കിട്ടും PM3 സ്ക്വയർ ഈസ് ഈക്വൽ ടു SM3 സ്ക്വയർ. PM3 സ്ക്വയർ ഈസ് ഈക്വൽ ടു SM3 സ്ക്വയർ പ്ലസ് SP സ്ക്വയർ മൈനസ് 2SM3 SP cos theta 3. This is according to law of cosines. Now we can write b plus 3 lambda by 2 instead of PM3 we can write b plus 3 lambda by 2 അതിൻ്റെ ഹോൾ സ്ക്വയർ. SM3 നമുക്ക് a സ്ക്വയർ എന്ന് എഴുതാം. SP സ്ക്വയറിനെ നമുക്ക് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടല്ല, ഇത് എയും ഇത് ബിയും ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. സോ SP നെ മൊത്തമായിട്ട് നമുക്ക് a പ്ലസ് ബി എന്ന് എഴുതാം. അപ്പോൾ a സ്ക്വയർ പ്ലസ് a പ്ലസ് ബി സ്ക്വയർ പ്ലസ് മൈനസ് 2a ഇൻറ്റു a പ്ലസ് ബി ഇൻറ്റു കോസ് തീറ്റ 3 എന്ന് എഴുതാം. ഇതിനെ ജനറലൈസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് PM3 ഇത് നമ്മൾ മൂന്നാമത്തെ M3ലേക്കുള്ളതല്ല വരച്ചത്. ഇനി അങ്ങനെ nth ആണ് ഹാഫ് പീരിയഡ് സ്ട്രിപ്പ് ആണെങ്കിൽ നമുക്ക് അതിനെ PMN സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെയോ SMN സ്ക്വയർ എന്ന് എഴുതാം. SP സ്ക്വയർ മൈനസ് 2SMN SP കോസ് തീറ്റ nth തീറ്റ അതായത് തീറ്റ n എന്ന് എഴുതാം. ഇനി നമുക്ക് കോസ് തീറ്റ എന്നിനെ വി ക്യാൻ അപ്രോക്സിമേറ്റഡ് ഇൻറ്റു 1 മൈനസ് തീറ്റ n സ്ക്വയർ ബൈ 2 എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് കോസ് തീറ്റ എന്നുള്ളടത്ത് ഇത് അപ്രോക്സിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈക്വേഷൻ PMN സ്ക്വയറിന് നമുക്ക് n ഇവിടെ കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഈ ഈക്വേഷനിൽ നമ്മൾ n എന്ന് കൊടുത്ത് നേരെ എഴുതിയാൽ b പ്ലസ് n ലാംഡ ബൈ 2 ഹോൾ സ്ക്വയറും ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് a പ്ലസ് ബി സ്ക്വയർ മൈനസ് 2a ഇൻറ്റു a പ്ലസ് ബി കോസ് തീറ്റ എന്നിന് പകരം 1 മൈനസ് തീറ്റ n സ്ക്വയർ ബൈ 2 എന്ന് എഴുതാം. തീറ്റ n വളരെ സ്മോൾ ആയതുകൊണ്ട് വി ക്യാൻ നെഗ്ലക്ട് ദ ലാംഡ സ്ക്വയർ ടേംസ്. സോ വി വിൽ ഗെറ്റ് ലാംഡ സ്ക്വയർ ഒക്കെ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു ബിക്കോസ് തീറ്റ n വളരെ സ്മോൾ ആണ്. സോ ബി സ്ക്വയർ ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതുമ്പോൾ നമ്മൾ ബി സ്ക്വയർ പ്ലസ് BN ലാംഡ ഈസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് a സ്ക്വയർ പ്ലസ് ഈ പ്ലസ് ഒന്ന് താഴേക്ക് ഇങ്ങനെ
ഓക്കെ, എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വരും, പ്ലസ് 2ab എന്ന് വരും, പ്ലസ് ബി സ്ക്വയർ എന്ന് വരും, മൈനസ് 2a സ്ക്വയർ മൈനസ് 2ab പ്ലസ് എ ഇൻറ്റു എ പ്ലസ് ബി തീറ്റ എൻ സ്ക്വയർ എന്ന് കിട്ടും. അതായത് ബി എൻ ലാംഡാസ് ഈക്വൽ ടു എ ഇൻറ്റു എ പ്ലസ് ബി തീറ്റ എൻ സ്ക്വയർ എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇതെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് ബി എൻ ലാംഡ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ബി സ്ക്വയർ പോകും, ഇത് 2a സ്ക്വയർ എല്ലാം ഈ 2a സ്ക്വയറും ഈ 2a സ്ക്വയറും പോകും. അങ്ങനെ എല്ലാം പോയി കഴിഞ്ഞാൽ ബി എൻ ലാംഡ ഉണ്ടാവും, എ ഇൻറ്റു എ പ്ലസ് ബി തീറ്റ എൻ സ്ക്വയർ ഉണ്ടാവും. അത് തീറ്റ എൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി ലാംഡ ബൈ എ ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു റൂട്ട് എൻ എന്ന് കിട്ടും. ഇനി പുട്ട് ബി, ഈ വലിയ ബ്രാക്കറ്റിലുള്ള ആൾ, റൂട്ടിലുള്ള ആൾ, ഈ വലിയ റൂട്ടിലുള്ള ആൾക്ക് പകരം നമുക്ക് കെ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ തീറ്റ എൻ ഇസ് ഈക്വൽ ടു കെ റൂട്ട് എൻ എന്ന് കിട്ടും. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇനി ആർക്ക് ഇൻറ്റു ഒ എം എൻ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു കെ റൂട്ട് എൻ എന്ന് എഴുതാം. അതെങ്ങനെ കിട്ടിയത്? ആർക്ക് ബൈ റേഡിയസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ആണ്. അപ്പോൾ ആർക്ക് ഒ എം എൻ എന്നുള്ള ആർക്ക് നോക്കുക, ഇവിടെ നോക്കുക ചിത്രത്തിൽ, ഒ എം എൻ എന്നുള്ള ആർക്ക് ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം എ കെ എന്താ, it is radius AK into root n. So the width of the first strip is equal to OM1 is equal to AK, OM2 is equal to AK root 2. അങ്ങനെ വരും. അങ്ങനെ ജനറൽ ആയിട്ട് എഴുതാൻ നമുക്ക് എന്ത് എഴുതാം? OM width of the second ഫസ്റ്റ് സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് AK, സെക്കൻഡിൻ്റെത് AK root 2. ഇനി width of the second strip the width of the first strip OM1 is equal to A into K ആണ്. അതുപോലെ OM2 എന്താണെന്ന് അറിയാം, AK into root 2. നമുക്കറിയാം ആർക്ക് നോക്കുകയാണെങ്കിൽ OM1 AKയും OM2 AK root 2 അങ്ങനെ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ OM2ന്ന് OM1 കുറക്കുക വേണ്ടത്. OM2 മൈനസ് ഈ OM2 മൈനസ് OM1, അതായത് AK root 2 മൈനസ് AK. അടുത്ത സ്ലൈഡിൽ AK root 2 മൈനസ് AK, അതായത് AK into root 2 മൈനസ് 1. Similarly, the width of the third strip is AK into root 3 minus root 2. So we can see that the width of the strips are in decreasing order. Hence the area of the strips are in decreasing order. ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, ഏരിയ ഓഫ് ഹാഫ് പീരിയഡ് സോൺസ് ആർ ഈക്വൽ, ബട്ട് ദോസ് ഓഫ് ഹാഫ് പീരിയഡ് സ്ട്രിപ്സ് ആർ ഇൻ ഡിക്രീസിങ് ഓർഡർ. We have already seen that areas of all half period zones are equal, but this half period strips in the area decreasing order ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പോകും തോറും അത് ഡിക്രീസ് ചെയ്ത് വരും എന്നുള്ളത് ഈ സ്ലൈഡിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അടുത്തത് ഒരു വീഡിയോ നെക്സ്റ്റ് വീക്ക് ഓർ ദിസ് വീക്ക് വി വിൽ അപ്ലോഡ് എ ന്യൂ വീഡിയോ ആൻഡ് ഇതൊന്ന് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.